ഇന്നൊരു ഗണ്ണ് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. നമ്മൾ ചെയ്തതെന്ന് ഇപ്പോൾ 4 വെപ്പൺ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന് വ്യത്യസ്തമായിട്ടുള്ള ഗണ്ണാണ് നമ്മൾ ചെയ്തിരുന്നത്. BB ബുള്ളറ്റിൻ്റെ ഗൺസ് ആയിരുന്നു. ഇത് വേറെ നമ്മളത് തുറന്ന് നോക്കാം. ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഡിഫറെൻ്റായിട്ട് ചെയ്യാൻ നോക്കിയതാണ്. കൊളാവുന്നുള്ളത് നോക്കിയിട്ട് പറയാം. ഇത് പുറത്തെടുക്കുക. ഇതാണ് ഇതിൻ്റെ ബുള്ളറ്റ് വരുന്നത്. ഇതാണ് നമ്മളെ ഗണ്ണ്. ഇനിയിപ്പോൾ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ നോക്കണം. എവിടെ ബുള്ളറ്റ് ഇടും? ഇവിടെ 4 ഹോളുണ്ട്. ഇതിലേതിനാ ബുള്ളറ്റ് ഇടണോ? ഓ, നല്ല സൗണ്ടാണ്. നമുക്ക് ബുള്ളറ്റും കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് നോക്കാം. ഇതിന് ബുള്ളറ്റ് നോക്കാം. ഇതാണ് ഇതിൻ്റെ ബുള്ളറ്റ് വരുന്നത്. സ്പോഞ്ചാണ് ബെൻഡാവുന്നൊക്കെ ഉണ്ട്. പിന്നെ എത്രത്തോളം പവർ ഉണ്ടാവും എന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇത് നമുക്കൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. ഇവിടെയാണ് നമ്മളെ ബുള്ളറ്റ് ഉണ്ടത്. ഈ 3 ഹോളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്റ്റോർ ചെയ്തൊക്കെ വെള്ളം ഒന്നുകൂടെ ഇടുക. അപ്പോൾ നമ്മൾ മാഗസീനിലൊക്കെ ബുള്ളറ്റ് ഇടുന്ന പോലെ ഇതിന് പിന്നെ സ്റ്റോർ ചെയ്തൊക്കെ. ഓക്കെ, ശേഷം ഇതിവിടെ പുള്ള് ചെയ്യുക. പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബുള്ളറ്റ് പോകും. നമുക്കൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം. ഇത് ഇത്ര റേഞ്ചിൽ കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ ഒരു 10 ഫീറ്റ് ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. റേഞ്ചിൽ അതിന് കൊള്ളുമെന്നുള്ള അറിയില്ല. എന്തായാലും നോക്കിയത്. സോറി ഗൈസ്, ബുള്ളറ്റ് എടുത്തിട്ട് ഒന്ന് വിളിക്കാം. ഇതിലോട്ട് ഇത് മറ്റേ ബുള്ളറ്റിനെക്കാട്ടി ഭയങ്കര ഷോക്കാണ്. ഇതാണ് ഇതിൻ്റെ പവർ വരുന്നത്. പിന്നെ അത്ര തന്നെ ഉള്ളൂ. സ്പോഞ്ചാണ് കാര്യം. ഓക്കെ, ഊഹിക്കാന്നല്ലേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മാക്സിമം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇതാണ് നമ്മുടെ ഗണ്ണിൻ്റെ ഫുൾ ലുക്ക് വരുന്നത്. അപ്പോൾ നമുക്കതിൽ ഫിറ്റ് ചെയ്യണമെന്നുണ്ടാവില്ല. ഓൾറെഡി ഫിറ്റ് ചെയ്ത് വന്ന ഗണ്ണാണ്. ഇനി ഇതൊന്ന് എന്താ പറയുക, റിപ്പയർ ചെയ്ത് നോക്കണമെന്നുണ്ട്, ഊരി നോക്കണമെന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. പിന്നെ ഇതാണ് 3 ബുള്ളറ്റ് സ്റ്റോർ ചെയ്യാനുള്ള ഭാഗം. ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്യാനുള്ളത്. ഒന്നുമില്ല, ഇത്ര പണിയുള്ളൂ, ചെറിയ പണിയുള്ളൂ. ഫുള്ളാണ് ലുക്ക് വരുന്നത്.